ടി ജി പി വി അൻവർ വിവാദം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവസാനം പിണറായി വിജയൻ മറുപടി പറയേണ്ടി വന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു നല്ലൊരു പിണറായി വിജയൻ കസറി എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. നല്ലൊരു പത്രസമ്മേളനമായിരുന്നു. അപ്പോൾ പി വി അൻവറിനെ ഏകദേശം ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ളൊരു പൂർണ്ണമായും നിഷേധിക്കുന്ന രീതിയിലായിരുന്നു പിണറായിയുടെ പത്രസമ്മേളനം. അതിനുശേഷം പി വി അൻവർ വൈകിട്ട് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ പത്രസമ്മേളനമൊക്കെ വിളിച്ചു. പക്ഷേ ആകെ ഒരു തകർന്ന നിലയിലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഒരു സ്ഥിതി. അതിനുശേഷം CPM പറയുന്നു, പിന്നെ ഇനി പരസ്യമായിട്ട് ഇല്ല എന്ന് അൻവർ പറയുന്നു. ഏകദേശം അത് ഒതുക്കി തീർത്തു എന്നുള്ള അവസ്ഥയിലാണ്. എന്ത് കരുതുന്നു ഈ ഒരു സാഹചര്യത്തെ പറ്റി? അല്ല, അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതൊരു നനഞ്ഞ പടക്കമാണ് എന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നിയിരുന്നു. കാരണം ഈ സ്വന്തം ക്രെഡിബിലിറ്റി അൻവർ കളഞ്ഞു കുളിച്ചു. ആ ടെലഫോൺ റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് കേൾപ്പിച്ചതിലൂടെ പിന്നെ വായിച്ചിട്ട് ആലോചിച്ച് നോക്ക്, കുടിച്ച പച്ച വെള്ളത്തിന് ആ മനുഷ്യനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ SP പറഞ്ഞത് എന്ത് വാങ്ങിക്കോട്ടെ, പറയാമായിരുന്നോ, പറഞ്ഞുകൂടാത്തതാണ്, കാര്യമൊക്കെ ശരി. ബട്ട് ഒരാൾ വേറൊരാളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക, എന്നിട്ടത് പബ്ലിക്കാക്കുക, അതാണ് മുഖ്യമന്ത്രി കയറിപ്പിടിച്ചത്. ഒരു പൊതുപ്രവർത്തകന് യോജിച്ച പ്രവൃത്തിയാണോ ചെയ്തത്? ആ റെക്കോർഡിങ്ങിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് പൊതുജനങ്ങൾ അറിയട്ടെ, അത് ശരിയല്ല. ആ വാദമേ അംഗീകരിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അത് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ DGPയെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി സെക്രട്ടറിയെ കേൾപ്പിക്കാൻ. കണ്ടോ, ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇത് താൻ വെച്ചോ, പുറത്തൊന്നും കൊടുക്കണ്ട എന്ന് ആരാണെങ്കിലും പറയും. ഡോണ്ട് ഡിസ്ക്ലോസ് ഇറ്റ്. ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. ഒരു മനുഷ്യൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തം സമൂഹത്തിന് നിങ്ങളിലുള്ള ട്രസ്റ്റ് ഇല്ലാതെ പോകും. ഞാൻ പോലും ഇദ്ദേഹം ഈ റെക്കോർഡിങ് പുറത്ത് വിട്ടപ്പോഴുണ്ടല്ലോ, അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞാൻ ഡിസ്കൗണ്ട് ചെയ്തു. ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ പോലും തോന്നിയത്. ആ തുടക്കത്തിലുള്ള ആരോപണങ്ങൾ തന്നെ നോക്കുക. ഒരു മരം വെട്ടി കൊണ്ടുപോയി MR അജിത് കുമാർ. 50,000 രൂപ കിട്ടുമായിരുന്ന മരം 20,000 രൂപയ്ക്ക് സംഘടിപ്പിച്ച് വെട്ടിക്കൊണ്ടുപോയി. ഇമ്മീഡിയറ്റ് എനിക്ക് തോന്നി, ഒരു സംസ്ഥാനത്തിൻ്റെ ADGPക്ക് വെട്ടിക്കാൻ കണ്ട തുകയാണോ 30,000 രൂപ? 20-ൻ്റെ അല്ല 50 കിട്ടുമായിരുന്നത് 20-ന് വാങ്ങിച്ചുകൊണ്ട് പോയി സേവ് ചെയ്ത് എത്ര 30,000 രൂപ. ഈ 30,000 രൂപ ഇതുപോലത്തെ കളികളൊക്കെ കളിക്കാനും മരം വെട്ടാൻ നാട്ടിലെങ്ങും വേറെ മരമില്ലല്ലോ. ADGP MR അജിത് കുമാർ ഒരു മരക്കച്ചവടക്കാരനെ വിളിച്ചിട്ട് എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് തേക്ക് തടി വേണമെന്ന് പറഞ്ഞാൽ എവിടെ എത്തിക്കണം സാർ, വില പോലും ചോദിക്കില്ല, ഒന്നുമില്ല, പിന്നെ കൊടുക്കാം എത്രയാണെന്ന് വെച്ചാൽ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അതല്ലാതെ നിലമ്പൂരിൽ നിന്നൊരു തേക്ക് വെട്ടിക്കൊണ്ടുവന്ന് എന്ത് കാര്യം? നിലമ്പൂർ തേക്ക് വേണമെന്നുള്ളവർക്ക് നിലമ്പൂർ തേക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് പ്രഥമ ദൃഷ്ട്യാ നിസ്സാരമായൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നി. നമ്പർ 2, അദ്ദേഹം പറഞ്ഞതെന്താ, മറുനാടൻ മലയാളി ഷാജനിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു, അതിൽ 1.5 കോടി കൊടുത്തു, 1/2 കോടി ഇനിയും കൊടുക്കാനുണ്ട്. അതും അതിൻ്റെ തെളിവുണ്ട്. എന്ത് തെളിവ്? ഒരു തെളിവ് ഇദ്ദേഹം ഈ രഹസ്യമായ സംഭാഷണം പുറത്തുവിട്ടെങ്കിൽ ആ തെളിവും പുറത്തു വിടരുതോ? തെളിവ് നിങ്ങൾ പുറത്തുവിടും, ജനങ്ങൾക്ക് ബോധ്യം വരട്ടെ. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കോടി രൂപയ്ക്ക് എന്ത് കേസ് സെറ്റിൽ ചെയ്തു എന്നാണ്? ഒരുപക്ഷെ മറ്റേതെങ്കിലും രീതിയിൽ സെറ്റിൽ ചെയ്തോന്നും എനിക്കറിയില്ല. കാരണം ഞാൻ മറുനാടൻ മലയാളി എന്നുള്ള ചാനൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, ആരെപ്പറ്റി എന്ത് പറയുന്നു, ഇതുള്ള റിസർച്ച് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് പല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഈ പറയുന്ന മാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന യൂട്യൂബേഴ്സുണ്ട്, ആളുകളെ ഡിഫെയിം ചെയ്യുന്ന യൂട്യൂബേഴ്സുണ്ട്, അങ്ങനെ പലരുമുണ്ട്. നമ്മളതിൻ്റെയൊക്കെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അത് ആരെപ്പറ്റിയെങ്കിലും പറഞ്ഞ് എന്തോ കേസോ എന്താണെന്ന് വെച്ചാൽ നടന്നോളൂ. ഇപ്പോൾ ഈ 2 കോടി രൂപ ആണ് കരാർ, അതിൽ 1.5 കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നതിന് അൻവറിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതും പൊതുജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് അന്ന് അവതരിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പലതവണ പാർട്ടിയിൽ ഇത് പറഞ്ഞു, പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അത് നിങ്ങൾക്ക് നല്ലൊരു ന്യായമാണ്.
ഞാൻ പറഞ്ഞിട്ടൊരു നടപടി ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പബ്ലിക്കിനെ അറിയിക്കുന്നു. ഇതും അൻവർ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് വൈൽഡ് അലിഗേഷൻ അല്ലാതെ അൻവർ അതിൻ്റെ തെളിവുണ്ടെങ്കിൽ ആ തെളിവും കൂടെ ചേർത്ത് പുറത്തു വിടട്ടെ. അതല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിടരുത്. നിങ്ങളെല്ലാം മറിച്ച് സെലക്റ്റീവായിട്ട് നിങ്ങൾ വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ എങ്ങും തൊടാതെയുള്ള കുറേ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. എന്നിട്ട് അത് കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു, ME ഗോവിന്ദന് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു നാടകമൊക്കെ കളിച്ചു. ഒടുവിൽ ആ മുഖ്യമന്ത്രി രംഗത്തിറങ്ങി ഇതിന് ഓരോന്നിനും പരിഹാരം പറയുകയും ചെയ്തു. ഈ പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. DGP അന്വേഷിച്ചോളും. DGPക്ക് അങ്ങേരുടേതായ ഒരു സെറ്റപ്പുണ്ട്, അതനുസരിച്ച് അങ്ങനെ അന്വേഷിച്ചോളും. പിന്നെ ഉള്ളത് P ശശിക്കെതിരെയുള്ള അന്വേഷണം. ഒരന്വേഷണവും ഇല്ല. P ശശി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങൾ തരുന്ന പരാതി അന്വേഷിക്കാനല്ല P ശശി അവിടെ ഇരിക്കുന്നത്. ഇത് സത്യവുമാണ് കേട്ടോ. P ശശി ഒരു പേഴ്സണൽ സ്റ്റാഫിലെ ഒരു നിയമനമാണ്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് അവർ പേര് വിളിക്കുന്ന ആൾ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പകരം വെറും സെക്രട്ടറി എന്ന് വിളിക്കാം, കൊമേഴ്ഷ്യൽ സെക്രട്ടറി എന്ന് വിളിക്കാം, കോൺഫിഡൻഷ്യൽ സെക്രട്ടറി എന്ന് വിളിക്കുക, എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം അതൊരു പേഴ്സണൽ നിയമനമല്ലേ, പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളല്ലേ. അയാൾ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അൻവറിനോ മറ്റ് നാട്ടുകാർക്കോ അറിയേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി നോക്കിയാൽ മതി. പേഴ്സണൽ സ്റ്റാഫാണ്. ഈസ് നോട്ട് എ പബ്ലിക് സർവൻറ്റ്. നാട്ടുകാർക്ക് എന്താ അതിൽ കാര്യം? P ശശി രാവിലെ മുതൽ വൈകുന്നേരം അവിടെ ചൊറിയും കുത്തിയിരിക്കുകയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല. പിണറായി വിജയൻ ജോലിക്ക് വെച്ച പറമ്പിൽ കിളയ്ക്കാൻ വെച്ച ഒരാൾ നേരെ കിളയ്ക്കുന്നുണ്ടോ ഇല്ലെന്ന് നാട്ടുകാർ നോക്കണം. അത് പിണറായി വിജയൻ നോക്കും. നമ്മൾ പറയും ഇതേ അയാൾ ശരിക്കും കിളയ്ക്കുന്നില്ല, എന്തുകൊണ്ട് അയാൾ നടപടിയെടുക്കുന്നില്ല, പോടാ നീ, അയാൾ കിളയ്ക്കുന്നില്ല ഞാൻ നോക്കിക്കോളാം. ഇതല്ലേ. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഒരു അന്വേഷണമില്ല, ഒരു ചുക്കുമില്ല, താൻ തന്നെ പാട് നോക്ക്. ഇതോടെ അൻവർ കുഴപ്പത്തിലായി.